ഓരോ ദിവസവും എത്ര ആളുകളാണ് നമ്മുടെ ബിസിനസ്സുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. വാട്സപ്പിലൂടെ നമുക്ക് എത്തുന്ന ഓരോ എൻക്വയറികളും കൃത്യമായി നമ്മൾ മാനേജ് ചെയ്യപ്പെടുന്നുണ്ടോ? അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അവർ വരുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ടോ? ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, മാനേജ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങളാണ് വാട്സപ്പ് മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഓരോ ദിവസവും എത്തുന്ന എൻക്വയറികൾ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യുകയും ഒരു നിശ്ചിത സമയത്ത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ വരുമ്പോൾ തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിന്റെ ക്ലൗഡ് ബിസിനസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാറ്റ് ബോട്ടിനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം മാത്രം ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നേ ഉള്ളൂ. വാട്സപ്പിലൂടെയുള്ള മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് വെറുതെ വരുന്ന ആളുകളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് ഇതിന്റെ ആവശ്യക്കാരാരാണെന്ന് തിരിച്ചറിയുകയും അവരെ മാത്രമായിട്ട് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുകയും അവരെ കൺവേർഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് സഹായിക്കും. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല വാട്സപ്പ് ഓട്ടോമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ വാട്സപ്പ് ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാട്സപ്പ് ഓട്ടോമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും ഒരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കും.